കയ്യാർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോണ്ടംപററി ഡിസൈനിലുള്ള ഒരു മോഡേൺ 3 BHK ഹൗസ് ആണ്. ഈ ഒരു വീടിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. ബ്രൗൺ കളറിലുള്ള ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ പില്ലേഴ്സിലും ടൈൽ വെച്ചിട്ടുള്ള ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീടിന് സ്പോട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വഴിയിലെ KP ലൈനിലാണ് നമ്മുടെ ഈ വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രമേ നമ്മുടെ ഈ വീട്ടിലോട്ടുള്ളൂ. 3.4 സെൻറ്റിൽ വരുന്ന 1250 സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീടാണിത്. ഇതൊരു സൗത്ത് ഫേസിങ് ഹൗസ് ആണ്. സോളിഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ഇതൊരു സെമി ഫർണിഷ്ഡ് ഹൗസ് ആണ്. ഈ ഒരു വീടിൻ്റെ ഔട്ട് സൈഡിൽ ടൈൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി കണക്ഷനും ബെല്ലും ഇവിടെ അവൈലബിൾ ആണ്. 2 കാർ പാർക്കിംഗ് ഈ ഒരു വീടിന് വരുന്നുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ടൈൽ വർക്കിൻ്റെ ക്ലാഡിംഗ് കാണാൻ പറ്റും. ആൻഡ് നമുക്കിനി അകത്തോട്ട് പോകാം. ഇത് ഈ വീടിൻ്റെ മെയിൻ ഡോർ ആണ്. കേക്ക് വെച്ചാണ് ഈ ഒരു ഡോറിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ പ്ലസ് ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാഷ് യൂണിറ്റും കാണാം. അതിൻ്റെ കൂടെ ഒരു കിച്ചണും ഒരു ബെഡ്റൂമുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. കൂടാതെ ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറും വരുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയ. ഒരു ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണിത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് യൂണിറ്റും വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വാഷ് ബേസിൻ കാണാം. പിന്നെ ഇവിടെ ഒരു ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം ഒരു മിററും അവൈലബിൾ ആണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലോട്ടാണ്. ഇവിടെ നമുക്ക് ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കാണാൻ പറ്റുന്നത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള വാർഡ്രോബ് നമുക്ക് കാണാം. 2 ഡോർസാണ് ഇതിന് വരുന്നത്. ആൻഡ് താഴെ ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റും അവൈലബിൾ ആണ്. ആൻഡ് ലോഫ്റ്റും സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. PVC ഡോസ് ആണ് ഈ ഒരു ബാത്റൂമിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചണിലോട്ട് കടക്കാം. ഒരു മിനിമൽ ആയിട്ടുള്ള കിച്ചൺ ആണ്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോവർ ക്യാബിനറ്റിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അപ്പർ ക്യാബിനറ്റിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആൻഡ് ലോഫ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ഹാൻഡിലിംഗ് വെച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ബാക്ക് സ്പ്ലാഷ് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ 2 വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു വീടിന് സിംഗിൾ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് വരുന്നത്. ഇലക്ട്രിക്കൽ വയറിനായി സെലോഫെനിക്സ് ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങിനായിട്ട് ഹൈഫൈ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിലൊരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണി ആക്സസും വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ചെറിയ ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടെറസിലോട്ടുള്ള ആക്സസും അവൈലബിൾ ആണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. ഒരു ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമുക്കിനി ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ലിവിങ് ഏരിയയിൽ ഒരു സെയിം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു മിനിമൽ ആയിട്ടുള്ള ബെഡ്റൂം ആണിത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു മിനിമൽ ആയിട്ടുള്ള ബാത്റൂം ആണിത്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിററും വാഷ് ബേസിനും ഒരു ഷവറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ബെഡ്റൂമിൻ്റെ അകത്തൂടെ ബാൽക്കണിയിലോട്ട് പോകാൻ പറ്റും. നമുക്കിനി ബാൽക്കണിയിലോട്ട് പോവാം.
ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ടൈൽ വെച്ച് ക്ലാഡിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും വെച്ചിട്ടാണ് പണി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സെയിം ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു വാർഡ്രോബ് അവൈലബിൾ ആണ്. ACP ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാർഡ്രോബിന് വരുന്നുണ്ട്. ആൻഡ് ലോഫ്റ്റ് ഏരിയയിലും സെയിം ACP ഷീറ്റ് വെച്ച് സ്റ്റോറേജ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പ്ലംബിങ്ങിന് ഗുഡ്വിൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സ് സൊമാനി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് ആക്സിയുള്ള ഡോറ് വരുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലോട്ടുള്ള ആക്സസ് വരുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സും ബെർജറും ആണ് ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിനും വാർഡ്രോബ്സിനും ACP ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് 3 AC പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതായത് എല്ലാ ബെഡ്റൂംസിലും AC പോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി കണക്ഷനും ബെല്ലും ഇവിടെ അവൈലബിൾ ആണ്. 4x2 ടൈൽ സൈസ് ആണ് ഈ ഒരു വീടിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ടൈൽ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 55 lakhs ആണ്. അതായത് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 lakhs ആണ്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നെഗോഷ്യബിൾ. ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വീടും ഇതുപോലെ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് സ്കൈ ആർക്ക്.